രാജ്യത്ത് ഏറ്റവും കൂടുതൽ അപേക്ഷകൾ സ്വീകരിക്കുന്നത് കേരള PSC എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഴിമതിയും ക്രമക്കേടും ആരോപിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കേരള PSC പ്രവർത്തിക്കുന്നുവെന്നും രാജ്യത്തെ PSC നിയമനങ്ങളിൽ 55% നടക്കുന്നത് കേരളത്തിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിജിൻ ചേരുന്നു. വിജിൻ, PSC നിയമനങ്ങളുടെ കാര്യത്തിൽ കേരളം ഒന്നാമതാണ്. അത് സംബന്ധിച്ച് മാധ്യമങ്ങളിലെല്ലാം വാർത്തകൾ വന്നിരിക്കുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് പറഞ്ഞത്? PSC എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ് മുഖ്യമന്ത്രി. ഈ PSC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ നിലപാടും വ്യക്തതയും വരുത്തിയത്. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടത്തുന്നത് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ അപേക്ഷകൾ സ്വീകരിക്കുന്നതും ഒപ്പം തന്നെ ഈ നിയമനങ്ങൾ നടത്തുന്നതും കേരളമാണ്. 55% കേരളം PSCയിലൂടെ നിയമനങ്ങൾ നടത്തുന്നത്. അതായത് രാജ്യത്ത് തന്നെ 55% നിയമനങ്ങൾ നടത്തുന്ന സംസ്ഥാനം കേരളമാണ് എന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ ഈ നിയമന നിരോധനമാണ് രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സൈന്യത്തിൽ ഉൾപ്പെടെ കരാറടിസ്ഥാനത്തിലാണ് ആളുകളെ നിയമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് മേഖലകളിൽ ഒക്കെ സ്വകാര്യവൽക്കരണവും ഒപ്പം തന്നെ കരാറടിസ്ഥാനത്തിലും ആളുകളെ നിയമിക്കാനുള്ള നടപടിയുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ആ ഘട്ടത്തിൽ പോലും കേരളം കൃത്യമായ രീതിയിൽ PSC വഴി നിയമനം നടത്തുകയാണ്. യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന കൂടുതൽ ആളുകൾക്ക് നൽകുന്ന ഒരു സ്ഥാപനമായി PSC ചെയ്തു എന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. എന്തായാലും ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങളിലും മുഖ്യമന്ത്രി കൃത്യമായ നിലപാട് വിശദീകരിക്കുകയാണ്. പല വിഷയങ്ങളും ഹേമ കമ്മിറ്റി വിഷയത്തിൽ ഉൾപ്പെടെ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ വിശദീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം നടന്നത്. ഒപ്പം തന്നെ ഈ കേരള സർക്കാർ ഈ നടപ്പിലാക്കുന്ന ഓണക്കാലത്ത് നടപ്പിലാക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണവും ഒപ്പം തന്നെ അതിന് സമാനമായ രീതിയിൽ ഈ സർക്കാർ ജീവനക്കാരുടെ, സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷേമ ഭത്ത ഉൾപ്പെടെ കുടിശ്ശിക തീർത്തു നൽകുമെന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിലവിൽ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ കുടിശ്ശിക ഉണ്ടായിരുന്നത് പോലും ഈ ഓണക്കാലത്തിന് മുന്നോടിയായി കൊടുത്തു തീർക്കാനുള്ള നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. കേന്ദ്ര സർക്കാർ പൂർണ്ണമായും കേരളത്തെ ഈ സാമ്പത്തികമായി ഞെരുക്കുന്ന ഘട്ടത്തിലും തനത് വരുമാനം കണ്ടെത്തിയാണ് ഇത്തരം നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിന് ഒപ്പം തന്നെ ഈ പെൻഷൻ വിതരണം ഒക്കെ സമാന്തരമായി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഈ നിലവിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് കുടിശ്ശികയായി നൽകാനുള്ള ക്ഷാമബത്ത എത്രയും പെട്ടെന്ന് ഈ ക്ഷേമ പെൻഷന് സമാനമായ രീതിയിൽ കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. ഷമി, വിജിനാണ് വിവരങ്ങൾ നൽകിയത്.